Android programming. Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് ആയിരുന്നു യൂസർ ഇന്റർഫേസ് ഡെവലപ്മെന്റ്. ബിൽഡിംഗ് യു ഐ ഇൻ 3 ways. മൂന്ന് രീതിയിൽ നമുക്ക് കണ്ടന്റ് പ്രോഗ്രാം എഴുതാൻ പറ്റും. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ്ലി ഇൻ സോഴ്സ് കോഡ് ഇൻ ജാവ. അല്ലെ, ജാവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കംപ്ലീറ്റ് കോഡ്. കംപ്ലീറ്റ്ലി ഇൻ എക്സ്എംഎൽ കോഡിൽ നമുക്ക് കംപ്ലീറ്റ് കോഡ് എഴുതാൻ കഴിയും. വേറെ ഒന്നാണ് എക്സ്എംഎൽ വിത്ത് കോഡ്. എക്സ്എംഎൽ ഡിസൈൻ ചെയ്യും, കോഡ് ചെയ്യുന്നത് ജാവയിൽ. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കണ്ടന്റ്. നെക്സ്റ്റ് നമുക്ക് കണ്ടന്റിന് കോമൺ കൺട്രോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബോക്സ് കൺട്രോൾ, ടെക്സ്റ്റ് കൺട്രോൾ 4 ടൈപ്പ് ഉണ്ടായിരുന്നു. ബട്ടൺ കൺട്രോൾ 3 ടൈപ്പ് ഉണ്ടായിരുന്നു. ചെക്ക് ബോക്സ് കൺട്രോൾ, അതുപോലെ റേഡിയോ ബട്ടൺ കൺട്രോൾ. ഇന്ന് പറയാൻ പോകുന്ന കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ കോമൺ കൺട്രോൾസിൽ തന്നെ ഫിഫ്ത് വൺ, ഇമേജ് വ്യൂ കൺട്രോൾ. ഇമേജ് വ്യൂ ചെയ്യാനുള്ള ഒരു കൺട്രോളാണ് ഇമേജ് വ്യൂ. യൂസർ ടു ഡിസ്പ്ലേ ഇമേജസ്. ഇമേജസ് എന്ന കണ്ടന്റ് നമുക്ക് എക്സ്ട്രാ ഇമേജസ് നമുക്ക് ആഡ് ചെയ്യാനാണ്. നോർമൽ ഇമേജ് എല്ലാം വർക്ക് ചെയ്യിപ്പിക്കാം. .png, .jpg, .jpg, bitmap, .bmp, bitmap ഇമേജ്, അങ്ങനെയുള്ള ജിഫ് അനിമേറ്റഡ് പിക്ചേഴ്സ് വരെ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള, ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് കൺട്രോൾ. അതിനാണ് ഇമേജ് വ്യൂ കൺട്രോൾ. ഇമേജ് വ്യൂ ചെയ്യാനുള്ള ഒരു കൺട്രോൾ, ഒരു കണ്ടെയ്നർ രൂപത്തിലുള്ള കൺട്രോൾസ്. ഇമേജ് എന്ന് പറഞ്ഞ റിസോഴ്സ് ആണ്. ആ റിസോഴ്സ് ലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസ്, ദാറ്റ് ഈസ് ഇമേജ് വ്യൂ കൺട്രോൾ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സിക്സ്ത് വൺ, ഡേറ്റ് ആൻഡ് ടൈം കൺട്രോൾ. നമുക്ക് സിസ്റ്റത്തിലുള്ള ഡേറ്റും ടൈമും ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡേറ്റ് മാത്രമേ യൂസ് ചെയ്യാം, ടൈം മാത്രം യൂസ് ചെയ്യാം. ഡേറ്റിൽ നിന്ന് മന്ത് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും, മന്ത് മാത്രം. അതുപോലെ ഡേറ്റ്, കറന്റ് ഡേറ്റ് മാത്രം പിക്ക് ചെയ്യാം. ഇയർ എടുക്കാം, കറന്റ് ഇയർ ഏതാണ് ആ ഇയർ പിക്ക് ചെയ്യാം. ടൈമിലാണെങ്കിൽ മിനിറ്റ്, കറന്റ് ഇപ്പൊ എത്ര മിനിറ്റ് ആയി അല്ലെങ്കിൽ എത്ര ടൈം, മണിക്കൂർ എത്ര, അത് രണ്ട് സെപ്പറേറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനുള്ള കൺട്രോൾസ് യൂസ് ചെയ്യുന്നത് ഡേറ്റ് ആൻഡ് ടൈം കൺട്രോൾ ആണ്. അതിന് മെയിൻ ആയിട്ട് വരുന്നത് ഡേറ്റ് പിക്കർ ആൻഡ് ടൈം പിക്കർ. ഡേറ്റ് പിക്ക് ചെയ്യാൻ കണ്ടു ഞാൻ ഡേറ്റ് പിക്കർ തന്നെ, ടൈം പിക്ക് ചെയ്യാനുള്ള ഉദ്ദേശം ടൈം പിക്കർ. നമ്മൾ ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്യാറില്ല മൊബൈൽ ഫോണിൽ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഡേറ്റ് പിക്കറും ടൈം പിക്കറും നമുക്ക് ആക്സസ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ് വരും, കറന്റ് ഒരു കലണ്ടർ വരും. ആ കലണ്ടർ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഡേറ്റ്, ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം, അവിടെ നമുക്ക് ഡേറ്റ് ആക്സസ് ചെയ്യണമല്ലോ. അപ്പൊ ആ സമയത്ത് ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലണ്ടർ അവിടെ വരും. ആ കലണ്ടറിൽ കറന്റ് ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പൊ അത് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാൽ കുറെ ബാക്കൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓൾഡർ ഡേറ്റ് കിട്ടണ എന്ത് ചെയ്യും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വെർഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പഴയ ഡേറ്റ് നമുക്ക് പിക്ക് ചെയ്യാം. ഡേറ്റ് പിക്കറും ടൈം പിക്കർ. ഓക്കെ. വേറെ നമുക്ക് ഡിജിറ്റൽ ക്ലോക്ക്, അനലോഗ് ക്ലോക്ക്. ഈ രണ്ട് ക്ലോക്ക് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്, ഡിജിറ്റൽ ക്ലോക്കും അനലോഗ് ക്ലോക്കും. കാരണം ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ഈ ടൈം പിക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്, അത് ഷോ ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ ക്ലോക്കും അനലോഗ് ക്ലോക്കും നമ്മൾ യൂസ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ, മാപ്പ് വ്യൂ കൺട്രോൾ. അല്ലെ, നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ GPS യൂസ് ചെയ്തിട്ട് ട്രാക്കിംഗ് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ മാപ്പ് യൂസ് ചെയ്യണം. അപ്പൊ മാപ്പിന്റെ വ്യൂ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കൺട്രോളാണ് മാപ്പ് വ്യൂ കൺട്രോൾ. മാപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മാപ്പിൽ പല ടൈപ്പ് വ്യൂസ് ഉണ്ട്. അപ്പൊ ഒരു മാപ്പ് വ്യൂ ചെയ്യാനുള്ള, സാധാരണ മാപ്പ് ഒക്കെ നമുക്ക് കാണുന്ന ഫുൾ സ്ക്രീനിലായിരിക്കും, അല്ലെ? വീഡിയോ പ്ലേ ചെയ്യുന്ന പോലെ മാപ്പ് വ്യൂ കാണുന്ന ഫുൾ സ്ക്രീൻ ആയിരിക്കും. ആ ഒരു കണ്ടന്റ് നമ്മൾ ആക്സസ് ചെയ്യാം. അപ്പൊ അതിലുള്ള ഓപ്പറേഷൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ മാപ്പ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഈ മാപ്പ് വ്യൂ നോക്കിയേ, com.google.android.maps.mapview. ഇത്രയും കണ്ടന്റുകൾ ക്ലാസ്സിൽ നിന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഡിസ്പ്ലേസ് മാപ്പ്. നമുക്ക് ആ മാപ്പ് വർക്ക് ചെയ്യുന്ന കറണ്ട് ലൊക്കേഷൻ, GPS ആണെങ്കിൽ കറണ്ട് ലൊക്കേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്ത് വേണം? com.google.android.maps.mapview. സാധാരണ നമ്മൾ പറയാണ്ട് വിഡ്ജറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യല്, android.view ഗ്രൂപ്പ്, അല്ലെ? ഇത്രയും ഉണ്ടായുള്ളൂ. അത് കറണ്ട് ആപ്ലിക്കേഷന്റെ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ ആൻഡ്രോയിഡ് മുതൽ വരിക. ഈ ആൻഡ്രോയിഡിന്റെ ബാക്കിൽ ഈ ഗൂഗിൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇന്റർനെറ്റ് ഫെസിലിറ്റിയും കൂടെ ആവശ്യമുണ്ട്. ഇന്റർനെറ്റ് ഫെസിലിറ്റിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് വേണം, ഈ ഗൂഗിൾ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് വേണം. സോ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യുന്നത് ഏറ്റവും അപ്പർ ലിമിറ്റിലാണ് കോം വരുന്നത്. com.google. ഈ ഗൂഗിൾ കണ്ടാൽ മനസ്സിലാക്കുക നമ്മുടെ കറണ്ട് ആപ്ലിക്കേഷൻ എന്ത് വേണം, ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് വേണമല്ലോ. ഓഫ്ലൈൻ മാപ്പുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്ത കണ്ടന്റുകളാണ്. അപ്പൊ നമ്മൾ ലോക്കൽ മെഷീനിൽ ഉണ്ടായിരിക്കും. അത് ലോക്കൽ ഡിവൈസ്, ആൻഡ്രോയിഡ് ഡിവൈസ് ഏതാണോ അതിലുണ്ടാവും. അപ്പൊ android.maps.mapview മതിയാവും. ഓക്കെ. അപ്പൊ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഗൂഗിൾ കൊടുത്തത്. അത് ഏത് ആപ്ലിക്കേഷൻ ആയാലും, ഇപ്പൊ മാപ്പ് മാത്രമല്ല, വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ അതിനാവശ്യമുള്ള കൺട്രോൾസ് ആക്സസ് ചെയ്യുമ്പോൾ അത് ഇന്റർനെറ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണം, com.google. കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ. The activities in map must extend the map activity class. സാധാരണ മെയിൻ ആക്ടിവിറ്റി യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാപ്പിന്റെ വർക്ക് നടക്കണമെങ്കിൽ എന്ത് വേണം, എക്സ്റ്റെൻസ് മാപ്പ് ആക്ടിവിറ്റി ക്ലാസ് എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ മാപ്പിന്റെ കൺട്രോൾസ് കിട്ടുള്ളൂ, മാപ്പിന്റെ ആക്സസ് കിട്ടുള്ളൂ. കാരണം മാപ്പിൽ ഒരുപാട് ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്.
ആ ഓപ്പറേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാൻ എന്ത് വേണം, ഈ ഒരു മാപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നോക്കാം, നമുക്ക് സോഴ്സ് കോഡ് നോക്കാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിന്റെ ബേസിക് ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പ്രോഗ്രാം അല്ല, ബേസിക് ഐഡിയ. ഓക്കെ, നമുക്കിവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാം. ഇതാ എക്ലിപ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാം. ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ് അല്ലെ, ഇത് ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ ഇന്റർഫേസിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇതാണ് അതിന്റെ ഇന്റർഫേസ്. നമുക്ക് ആദ്യം തന്നെ AVD ഓപ്പൺ ആക്കിയിടാം, ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ്. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അറിയാലോ അല്ലെ, ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നൊക്കെ അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ. 7.5 ഓക്കെ, ലോഞ്ച്. ഓക്കെ, ലോഡിംഗ് ആണ്. ആ ലോഡിംഗ് വരുന്ന സമയം കൊണ്ട് നമുക്ക് പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കാം. ഫയലിൽ ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്ട്, ഇതായിരുന്നു മൈ പ്രോഗ്രാം. ഓക്കെ, ഇത് നമുക്കിവിടെ എക്സാമ്പിൾ മാറ്റാം. എക്സാമ്പിൾ മാറ്റി ഇവിടെ ANOOS കൊടുക്കാം. ANOOS. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഐക്കൺ നമുക്ക് സെറ്റ് ചെയ്യാം. ഐക്കണിന്റെ കളർ നമുക്ക് ഒരു സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു പുതിയൊരു ഐക്കൺ നമുക്ക് കൊടുക്കാം, ക്രിയേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫിനിഷ്. പ്രോഗ്രാം ലോഡിംഗ് ആണ്, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലോഞ്ചിങ്, നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് ഇവിടെ ലോഡ് ചെയ്ത് വരും. ഇതാ മൈ PRGM പ്രോഗ്രാം. ഓക്കെ, ലോഡ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഇന്റർഫേസ് ഇവിടെ കാണാൻ പറ്റും. ബൈ ഡിഫോൾട്ട് വരുന്ന ഇന്റർഫേസ് അതിലൊരു ടെക്സ്റ്റ് വ്യൂ ഉണ്ടായിരിക്കും. ഇതായിരിക്കും ഹലോ വേൾഡ്. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ദെൻ നമുക്ക് വേണ്ടത് ഇമേജ് വ്യൂ ആണ് അല്ലെ. അപ്പൊ ഇമേജ് ആൻഡ് മീഡിയ, ഈ ഒരു കൺട്രോളിൽ നിന്നാണ് വർക്ക് ചെയ്യിപ്പിക്കുക. ഏതാ ഇമേജ് വ്യൂ. കണ്ടോ, ഈ ഇമേജ് വ്യൂ നമുക്ക് ആക്സസ് ചെയ്യാം. ഏത് ലൊക്കേഷനിൽ നമുക്ക് ഇമേജ് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അവിടെ ഇമേജ് ലോഡ് ചെയ്യാം. അപ്പൊ ഒരു ഇമേജ് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ. ഇമേജ് ഒരു റിസോഴ്സ് ആണ്. അവിടെ സ്റ്റോർ ചെയ്ത് തരാം. RES എന്ന ഫോൾഡറിൽ, ഡ്രോയബിൾ എന്ന ഫോൾഡറിലാണ് കോപ്പി ചെയ്തത്. നമുക്ക് ഇവിടെ കോപ്പി ചെയ്തിരുന്നത്, നമുക്ക് ആവശ്യമുള്ള ഇമേജസ് ഒക്കെ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചാൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് അവിടെ കോപ്പി ചെയ്താൽ പോകണം അല്ലെ. അത് കോപ്പി ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ ഡ്രോയബിൾ എന്ന ഫോൾഡറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ പേസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തു. ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ കാണാൻ പറ്റും. വേണ്ട, ഇമേജ് 4, 7, 8 മൂന്നെണ്ണം ഇത് ഇവിടെ ഉണ്ടാവും. എല്ലാത്തിലും കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ഇമേജ് ആക്സസ് ചെയ്യാൻ വിചാരിക്കാം. ഇവിടെ ഒരു ഇമേജ്, ഇവിടെ ഇമേജ് വ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ഏത് ഇമേജാണ് ലോഡ് ചെയ്യേണ്ടത്? 7th ഇമേജ്. ഈ ഇമേജ് ലോഡ് ചെയ്യാൻ വിചാരിക്കാം. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതാ ഇമേജ് ലോഡ് ചെയ്ത് ഇമേജിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ട രൂപത്തിൽ അറേഞ്ച് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ഇവിടെ വരും. ഇവിടെ നമുക്ക് റാപ്പ് കണ്ടന്റ് ഉണ്ട്. റാപ്പ് കണ്ടന്റ് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്ര കൊടുക്കാം? ഒരു 250 SP അല്ലേ. ഓക്കെ, ഇവിടെ 200 SP സേവ് ചെയ്യാം. ദെൻ ലേഔട്ട് നോക്കാം. കേട്ടോ, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട രൂപത്തിൽ അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാം. താഴെ കൊടുക്കാം, മുകളിൽ കൊടുക്കാം. ഒരു ഇമേജ് വ്യൂ ചെയ്യാനുള്ള സ്പേസ്, ഇതാണ് ആ സ്പേസ്. കണ്ടോ, ഇവിടെ ഒരു ആരോ വെച്ചിന് ഈ ഒരു കളറിൽ, അതിന്റെ അകത്ത് സ്പേസ് ലോഡ് ചെയ്ത് കിട്ടും. വേറെ ഇമേജ് വ്യൂ. നമുക്ക് ഇതിലേക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഒരു ബട്ടൺ കൊടുക്കാം. ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. ഇവിടെ ഒരു പ്രീവിയസ് ബട്ടൺ കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റും പ്രീവിയസും ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് വേറെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ കോഡൊക്കെ നമ്മൾ ബട്ടണിന്റെ അകത്ത് ജാവയിൽ എഴുതും കോഡ്. ജസ്റ്റ് എങ്ങനെ കൺട്രോൾസ് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ കൺട്രോൾ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ഇവിടെ നോക്കിയാൽ ഇതുണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ കാണുന്ന എല്ലാം പ്രോപ്പർട്ടീസാണ്. SRC ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന @drawable image 7 അതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കാം. ഇവിടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇമേജ് 7 ഉണ്ടായില്ലേ, നമുക്ക് 4 ആക്കാം. 4 ആക്കി കൊടുത്തു. കണ്ടോ, ചേഞ്ച് ഒന്നുമില്ല. ഇങ്ങനെ ഇത് SRC ആണ്, അതിന്റെ കണ്ടന്റ് ആണ്. ദെൻ മാക്സിമം വിഡ്ത്ത് ആണ്, അതുപോലെ മാക്സിമം ഹൈറ്റ് അതിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്ര വേണ്ടേ? 250 കൊടുത്തിട്ടുണ്ട് അല്ലേ, 250. അതുപോലെ ഇവിടെ സെറ്റ് ചെയ്തു 100 SP. അപ്പൊ അതിന്റെ അകത്തുള്ള വാല്യൂ ചേർന്നു. നമുക്ക് ഇനിയും ചേഞ്ച് വെക്കാം. സപ്പോസ് ഇത് 100 കൊടുത്തു. ഈ ഒരു വാല്യൂ നമുക്ക് ഇനിയും ചെറുതാക്കാം, 50. ഓക്കെ, അതിനനുസരിച്ച് വാല്യൂ വരും. അപ്പൊ അതിനകത്ത് ചെറിയൊരു വാല്യൂസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കൺട്രോൾസ് നോക്കിയ ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ് സ്റ്റൈൽ, പാഡിംഗ്, കണക്ടിവിറ്റി ആണ് പാഡിംഗ്. ദെൻ ഫോക്കസബിൾ, വിസിബിലിറ്റി ബൈ ഡിഫോൾട്ട് ഉണ്ട്, വിസിബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഇൻവിസിബിൾ കൊടുക്കുക. കണ്ടോ, ഇവിടെ കൺട്രോൾ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടോ, കൺട്രോൾ ഉണ്ട് പക്ഷെ കാണാൻ കഴിയില്ല. അത് ഇൻവിസിബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗോൺ, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ അത് ആ ഒരു കൺട്രോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. വിസിബിൾ ആണ് ഇപ്പോൾ കണ്ടന്റ്. കണ്ടോ, ദെൻ സ്ക്രോൾ, വലിയ പിക്ചറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ക്രീൻ റെസൊല്യൂഷൻ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടന്റ് കാണാൻ കഴിയും. മിനിമം ഹൈറ്റ്, മിനിമം വിഡ്ത്ത്, കണ്ടന്റ്, ഓൺ ക്ലിക്ക്. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്ക് ചെയ്യണുണ്ടോ? ഓൺ ക്ലിക്ക്, ഒരു ഇവന്റ് വർക്ക് ചെയ്യണോ? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യാം, സൂം ചെയ്യാം,
അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മങ്ങി പോവാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ഡിസപ്പിയർ ചെയ്ത് പോവാം. അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓൺ ക്ലിക്ക് ഇവന്റ് ഇങ്ങനെയുള്ള ഇവന്റുകളൊക്കെ കിട്ടും. ഇനി ഇവന്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാം. ഇവിടെ നോക്കിയാൽ ആൻഡ്രോയിഡ് കോളൻ കൺട്രോൾ സ്പേസ് അടിക്കാം. ഇതെല്ലാ കൺട്രോൾസ് എല്ലാ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, മാർജിൻ, ലേഔട്ട്, വിഡ്ത്ത്, ഹൈറ്റ്, ഇതൊക്കെ പ്രോപ്പർട്ടീസാണ്. ഒരു 8 പ്രോപ്പർട്ടി നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അതെന്തിനാ യൂസ് ചെയ്യാന്നുള്ളത്. ആൻഡ്രോയിഡ് കോളൻ ആൽഫ, ആൻഡ്രോയിഡ് കോളൻ ഓൺ ക്ലിക്ക്, ഇങ്ങനെയുള്ള കണ്ടന്റുകൾക്ക് ഓൺ ക്ലിക്ക് ചെയ്ത് കുഴപ്പമില്ല. ഓൺ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഇവിടെ MSG കൊടുത്ത് ഞാൻ വിചാരിക്കും MSG. ഓൺ ക്ലിക്ക് ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ MSG എന്ന് പറയുന്നത് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഇവിടെ ഇതുപോലെ ആക്സസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് നെക്സ്റ്റ് കൺട്രോൾ നോക്കാം. ഇത് ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൺട്രോൾ ഡേറ്റ് ആൻഡ് ടൈം കൺട്രോളാണ്. ഇതെവിടെ കണ്ടോ, ടൈം ആൻഡ് ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവർ രണ്ട് ഓപ്ഷൻ നമ്മൾ പറഞ്ഞതായിരുന്നു, ടൈം പിക്കറും ഡേറ്റ് പിക്കറും. ഡേറ്റ് പിക്കർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, ഡേറ്റ് പിക്കർ. അതുപോലെ താഴെ നമുക്ക് ടൈം പിക്കറും കൊടുക്കാം, ടൈം പിക്കർ. ഓക്കെ, രണ്ട് മെത്തേഡ്, ഡേറ്റും ടൈമും പിക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഇതിന് പ്രോപ്പർട്ടീസ് നമുക്ക് അവൈലബിൾ ആണ്. ക്ലിക്ക് ചെയ്യുക. വേണ്ട, ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. നമ്മൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെ നോക്കാം. ഫോർഗ്രൗണ്ട് ഉണ്ടാ, ഡയമെൻഷൻ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടുകൾ. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ആണ്. ഫോർഗ്രൗണ്ട് രണ്ടും കളർ സെറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ഫില്ല്, പാരന്റ്, ടെക്സ്റ്റ്, ഒരുപാട് വാല്യൂസ് ഉണ്ട്. നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും ചെക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ബാക്ക്ഗ്രൗണ്ട് കറണ്ട് ആ പ്രോഗ്രാമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺട്രോളിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അല്ല ആക്ടിന്റെ കൺട്രോളിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് പിക്കർ അല്ല, ഡേറ്റ് പിക്കർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് കൊടുക്കാം. ഓക്കെ, ഡേറ്റ് പിക്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. അത്ര സൈസുള്ള പിക്ചറാണ്, അതുകൊണ്ടാണ് ആ രൂപത്തിൽ വന്നത്. നമുക്ക് ആ പിക്ചറിന്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇതൊന്ന് വിസിബിലിറ്റി അറിയാലേ, ട്രൂ ഫാൾസ് അല്ലെങ്കിൽ വിസിബിലിറ്റി അല്ലെങ്കിൽ ഇൻവിസിബിൾ അല്ലെങ്കിൽ ഗോൺ, മിനിമം ഹൈറ്റ്, മിനിമം വിഡ്ത്ത്, ഇതിൽ നമുക്ക് ഒരു സെറ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ പ്രോപ്പർട്ടീസ് ഇവിടെ നോക്കുക. അതേപോലെ ടൈം പിക്കറിന്റെ പ്രോപ്പർട്ടി, ടൈം പിക്കറിന്റെ പ്രോപ്പർട്ടി നെക്സ്റ്റ് ഫോക്കസ് കണ്ടന്റ് ഏതാണ് വേണ്ടത്, അതിനുശേഷം ഇത് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് വരേണ്ടത്, ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്, കണ്ടന്റ് ഒക്കെ ഇതിലുണ്ട്. വിസിബിലിറ്റി അല്ല, എല്ലാ ഓപ്ഷൻസിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, വ്യൂ ഗ്രൂപ്പ്, ക്ലിപ്പ് ആർട്ട്, നമുക്ക് പ്രോപ്പർട്ടി ഇവിടെ നിന്ന് കിട്ടും. ആൻഡ്രോയിഡ് കോളൻ പ്രോപ്പർട്ടീസ് ഉണ്ടോ, ഇതെല്ലാം പ്രോപ്പർട്ടീസാണ്. പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നോക്കാം. ഓൾറെഡി പഠിച്ചു വെക്കുക കണ്ടന്റുകളൊക്കെ കേട്ടോ. ഒരു 8 പ്രോപ്പർട്ടികളും പഠിച്ചു വെക്കുക. ഇതാണ് ഡേറ്റ് പിക്കറും ടൈം പിക്കറും. ഓക്കെ അല്ലേ? സോ നമ്മൾ ഡേറ്റ് നല്ലൊരു കൺട്രോളോട് കൊണ്ടുവന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്ലോഡിംഗ് കൺട്രോൾസ്, then installing control APK, ഓക്കെ, ഡേറ്റ് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല, ഇവിടെ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ല ഓരോ നമുക്ക് ചേഞ്ച് ചെയ്യാം. 10 എന്നുള്ളത് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ഉണ്ടോ, ഇന്നത്തെ ഡേറ്റ് ആണ് 10. ഇവിടെ തന്നെ ലാസ്റ്റ് ഏത് വരെ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ടാണ്. 30, 31 ഉണ്ടോ ഡേറ്റ്. ഇവിടെ കലണ്ടറിലെ ഡേറ്റ് ആണ് കേട്ടോ. മാർച്ച് എന്ന ഒരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നത്, മാർച്ച് മാസത്തിൽ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് അവിടെ വരും, കറന്റ് ഡേറ്റ് കേട്ടോ 5. അപ്പൊ ആ ഒരു ഡേറ്റ് മെയ് 5 കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് വരും, പെട്ടെന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഡേറ്റിന് ശേഷം നമുക്ക് ഇതിനാണ് ടൈം പിക്കർ നോക്കാം. ടൈം എങ്ങനെ വരാനല്ലേ, ടൈം പിക്കർ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു നമുക്ക് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ടൈം പിക്കറിന്റെ കൺസെപ്റ്റ്. റൺ ആസിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സേവ്, ഇവിടെ കാണാൻ പറ്റും റൺ ചെയ്യുന്ന അപ്ലോഡിങ്, ദെൻ ഇൻസ്റ്റാളിങ്, സക്സസ്ഫുള്ളി അപ്ലോഡഡ്. ഓക്കെ, ടൈമാണ് ഇവിടെ എഴുതി വരുന്നത് കണ്ടോ. ഇത് ഹവർ ചേഞ്ച് ചെയ്യാം, ഇത് മണിക്കൂർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ AM PM സെറ്റ് കൊടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാവുന്ന അഡാപ്റ്റർ വ്യൂസ് ആണ്. അഡാപ്റ്റർ വ്യൂസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.